സാധാരണ മനുഷ്യരുമായി ഏറ്റവും അധികം അടുത്തു നിൽക്കുന്ന ദൈവമാണ് ഭഗവാൻ ശിവൻ. ശിവനെക്കുറിച്ച് പല കഥകളും സങ്കല്പങ്ങളും ആചാരരീതികളുമുണ്ട്. ശിവന്റെ രൂപവും ഭാവവും വേഷവുമൊക്കെ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആദിമ ദ്രാവിഡന്റെ തനി രൂപമാണ് ശിവന്റേത്. ശരീരമാകെ ചുടലഭസ്മം, കടുവയുടെ തോലിലാണിരിക്കുന്നത്. ആനത്തോലാണ് വസ്ത്രം. ചിലപ്പോൾ കാലങ്ങളോളം പാറ പോലെ നിശ്ചലമായി ധ്യാനത്തിൽ മുഴുകിയിരിക്കും. മറ്റു ചിലപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം താണ്ഡവ നൃത്തമാടും. ശിവഭഗവാനെപ്പോലെ എല്ലാ ഭാവങ്ങളും തികഞ്ഞ ഒരു ദേവതാഭാവം വേറെയില്ല. നന്ദി എന്ന കാളയാണ് ഭഗവാന്റെ വാഹനം. സർപ്പമാണ് കഴുത്തിലെ ആഭരണം. ഭിക്ഷാപാത്രം തലയോടാണ്. സർവേശ്വരനാണ്, പക്ഷേ ചാരത്തിലാണ് കിടക്കുന്നത്. ലോകൈക സുന്ദരിയായ പാർവതിയാണ് പത്നി. ധനത്തിന്റെ രാജാവായ കുബേരൻ ഭൃത്യനാണ്. നെറ്റിയിൽ അഗ്നി നിറഞ്ഞ തൃക്കണ്ണ്, ശിരസിൽ ഗംഗ, ഇതൊക്കെ കൂടിച്ചേർന്നുള്ളതാണ് ശിവസങ്കല്പം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാണ് ഭഗവാൻ ജീവിക്കുന്നത്. ജീവിതം ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. ശിവഭഗവാനെ ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമനുസരിച്ച് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവും. ശിവൻ എന്ന വാക്കിന് അനേകം അർത്ഥങ്ങളുണ്ട്. മനുഷ്യർക്ക് മംഗളകരമായത് കാംക്ഷിക്കുന്നതുകൊണ്ട് ശിവനായി. ശാ എന്നത് നിത്യമായ ആനന്ദമാണ്. ഈ പരമപുരുഷനും വാ ശക്തിയെ കുറിക്കുന്നു. പ്രളയകാലത്ത് ജഗത്ത് ശിവനിൽ ശയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശിവമെന്നാൽ എല്ലാ ചലനങ്ങൾക്കും അപ്പുറത്ത് അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന സത്യവസ്തു ഏതോ അതാണ്. ഈ കാണുന്ന ബ്രഹ്മാണ്ഡമായി പരിണമിച്ചതും അതുതന്നെയാണ്. ബ്രഹ്മമെന്ന് വിളിക്കുന്നതും അതിനെ തന്നെയാണ്. യാതൊരു ചലനങ്ങളും സ്പർശിക്കാതെ നിൽക്കുന്ന ഈ ശിവത്തിൽ സൃഷ്ടിക്കു വേണ്ടിയുള്ള ആദ്യ ചലനങ്ങൾ ആവിർഭവിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിയുടെ 5 ഘടകങ്ങളുടെ അധിപനായ ദേവനായി ഭഗവാനെ ആരാധിക്കുന്നു. ഭൂതപതി അല്ലെങ്കിൽ ഭൂതനാഥ് എന്ന് വിളിക്കപ്പെടുന്നു. പഞ്ചാക്ഷരി എന്നറിയപ്പെടുന്ന നമശിവായ എന്ന 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളായ 5 മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വായു, ഭൂമി, ജലം, അഗ്നി, ആകാശം എന്നിവ മനുഷ്യശരീരം ഉൾപ്പെടെ സൃഷ്ടിയിലെ എല്ലാത്തിൻ്റെയും നിർമ്മാണ ഘടകങ്ങളാണ്. ശിവന് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട്. നല്ലതും ചീത്തയുമെല്ലാം ശിവൻ തന്നെയാണെന്നാണ് ശിവപുരാണം പറയുന്നത്. പരബ്രഹ്മം, ഓങ്കാരം എന്നിവ ലോകനാഥനായ ശ്രീ പരമേശ്വരൻ തന്നെയാണെന്നും എല്ലാ ചരാചരങ്ങളും പരമാത്മാവായ ശിവനെ പ്രാപിച്ചാണ് മോക്ഷപ്രാപ്തി നേടുന്നതെന്നും ശിവപുരാണം പറയുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളാണ് പ്രധാന ദേവന്മാർ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയാണ് ഇവരുടെ കടമകൾ. ഇവരിൽ സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം ശിവനും നടത്തുന്നു എന്നാണ് സങ്കല്പം. ശിവൻ, പരമശിവൻ, ശ്രീപരമേശ്വരൻ എന്നും അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ശൈവ വിഭാഗം പ്രധാന ദേവനായി ആരാധിക്കുന്നത് ശിവനെയാണ്. ശൈവ വിഭാഗത്തിന്റെ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതുമെല്ലാം ശിവനാണ്. ഊർജവും ക്രിയാത്മക ശക്തിയും ഒരു ദേവിയാണെന്ന് അവർ കരുതുന്നു. ശിവന്റെ ഭാര്യയായ പാർവതി അഥവാ ആദിശക്തിയാണ് ഈ ദേവി. പാർവതി ശിവന്റെ തുല്യ പൂരക പങ്കാളിയാണ്. അതുകൊണ്ട് ഇവർ അർദ്ധനാരീശ്വരെന്നും അറിയപ്പെടുന്നു. സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചദാന പൂജയിലുള്ള 5 തുല്യ ദേവങ്ങളിൽ ഒരാളാണ് ശിവൻ. ശൈവ സമ്പ്രദായത്തിൽ ദൈവത്തിന്റെ പരമോന്നത രൂപം രൂപമില്ലാത്തതാണ്. അതിന് പരിധിയില്ല, അതിരില്ല, മാറ്റമില്ല. അത് കേവല ബ്രഹ്മവുമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ പ്രഥമമായ ആത്മൻ അഥവാ ആത്മാവാണ്. ഭീതിപ്പെടുത്തുന്നതും ദയാനിറഞ്ഞതുമായ അനേകം കഥകൾ ശിവനെപ്പറ്റിയുണ്ട്. ദയാപരമായ വിവരണങ്ങളിൽ കൈലാസപർവ്വതത്തിൽ സന്യാസ ജീവിതം നയിക്കുന്ന യോഗിയാണ് ശിവൻ. ഭാര്യ പാർവതിയും മക്കളായ ഗണേശൻ എന്ന ഗണപതിയും കാർത്തികേയൻ എന്ന സുബ്രഹ്മണ്യവും ചേർന്നൊരു ഗൃഹസ്ഥാശ്രമി. മറ്റു ചില കഥകളിൽ ദുഷ്ടശക്തികളെയും പിശാചുക്കളെയും കൊല്ലുന്നവനാണ് ശിവൻ. യോഗ, ധ്യാനം, കല എന്നിവയുടെ രക്ഷാധികാരിയായി ശിവനെ കണക്കാക്കുന്നു. ആദിയോഗി എന്നും ശിവൻ അറിയപ്പെടുന്നു. ശിവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 കഥകളാണുള്ളത്. ശിവൻ സ്വയംഭുവാണെന്ന് ശൈവന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ വൈഷ്ണവർ ശിവനെ മഹാവിഷ്ണുവാണ് സൃഷ്ടിച്ചതെന്നും വിശ്വസിക്കുന്നു. പ്രളയത്തിന്റെ അവസാനത്തിൽ എവിടെയും വെള്ളം മാത്രമായിരുന്നു. അപ്പോൾ ആദിശേഷന്റെ പുറത്ത് മഹാവിഷ്ണു യോഗാസനത്തിൽ ഉറങ്ങുന്നത് ബ്രഹ്മദേവൻ കണ്ടു. ബ്രഹ്മാവ് വിഷ്ണുവിനെ ഉണർത്തി ആരാണെന്ന് ചോദിച്ചു. ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലിക്കുന്നവനും സംഹാരകനും താനാണെന്ന് വിഷ്ണു മറുപടി പറഞ്ഞു. എന്നാൽ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനും താനാണെന്ന് വിശ്വസിച്ചിരുന്ന ബ്രഹ്മാവിനെ വിഷ്ണുവിന്റെ വാക്കുകൾ പ്രകോപിപ്പിച്ചു. അവർ തമ്മിൽ ആരാണ് ശ്രേഷ്ഠനെരുതും ചൊല്ലി തർക്കവും പോരാട്ടവുമായി. പെട്ടെന്ന് ലിംഗരൂപത്തിലുള്ള അനന്തമായൊരു പ്രകാശസ്തംഭം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കമോ അവസാനമോ ഇല്ലായിരുന്നു. അവർ പോരാട്ടം മറന്ന് അത് പരിശോധിക്കാൻ തീരുമാനിച്ചു.
ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്കും മഹാവിഷ്ണു കാട്ടുപന്നിയുടെ രൂപമെടുത്ത് താഴേക്കും പോയി. 1000 വർഷം സഞ്ചരിച്ചെങ്കിലും അതിന്റെ അറ്റം കണ്ടെത്താൻ കഴിയാതെ അവർ മടങ്ങി വന്ന് ലിംഗത്തെ വണങ്ങി. അപ്പോൾ ഓം എന്ന ശബ്ദമുണ്ടായി. അതിൽ അ, മ, ഇ, ഉ, മ എന്നീ അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതിനു മുകളിൽ പാർവതിയോടൊപ്പം ശിവനെ കണ്ടു. ഇരുവരും തന്നിൽ നിന്നാണ് ജനിച്ചതെന്ന് ശിവൻ അവരോട് പറഞ്ഞു. ഈ കഥയെ ലിംഗോദ്ഭവ എന്ന് വിളിക്കുന്നു. വിഷ്ണുപുരാണ പ്രകാരം ബ്രഹ്മാവ് ഒരു പുത്രനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ധൂമ്രവർണ്ണമുള്ളൊരു യുവാവ് കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് കരയുന്നതെന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ തനിക്കൊരു പേര് വേണമെന്ന് യുവാവ് ആവശ്യപ്പെട്ടു. നിന്റെ നാമം രുദ്രൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തുടർന്ന് രുദ്ര, ഭവ, ശരഭ, ഈശാന, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ എന്നിങ്ങനെ 8 ഭാവങ്ങൾക്ക് പേരുകൾ നൽകി. വിഷ്ണുപുരാണത്തിലെ മറ്റൊരു കഥയനുസരിച്ച് പ്രളയം ശേഷം മഹാവിഷ്ണു പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കാൻ ആരംഭിച്ചു. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. എന്നിട്ട് തന്റെ നെറ്റിയിൽ നിന്ന് ശിവനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പരമശിവൻ സദാ ധ്യാനനിരതനായിരിക്കുന്നത്. ബ്രഹ്മസംഹിത പുരാണപ്രകാരം മഹാവിഷ്ണുവിന്റെ പുരികങ്ങൾക്കിടയിൽ നിന്നാണ് ശിവൻ ജനിച്ചത്. ഇതിൽ ശിവപുരാണത്തിലെ ലിംഗോദ്ഭവ കഥയാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കഴുത്തിൽ മാലയായി സർപ്പം, ശിരസിൽ ചന്ദ്രകല, ജടാമുടിയിൽ നിന്നൊഴുകുന്ന ഗംഗാനദി, നെറ്റിയിൽ തൃക്കണ്ണ്, കൈയിൽ തൃശൂലം, കൂടെ ഡെമരു അഥവാ ഉടുക്ക്, ശരീരമാകെ ഭസ്മം, ഇങ്ങനെയാണ് ശിവരൂപം. സാധാരണയായി ലിംഗത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ പരക്കെ ആരാധിക്കുന്ന ദൈവമാണ് ശിവൻ. മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ജടാധാരിയും ശമശാനവാസിയുമാണ് അദ്ദേഹം. നെറ്റിയിലെ മൂന്നാമത്തെ നേത്രമായ തൃക്കണ്ണ് ശിവന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചതെന്ന് കഥയുണ്ട്. അതിനാൽ ശിവൻ മുക്കണ്ണൻ, ത്രിലോചനൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. ജടാമൗളിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നതിനാൽ ചന്ദ്രശേഖരൻ, ചന്ദ്രമൗളി, കലാധരൻ എന്നീ പര്യായങ്ങളുമുണ്ട്. ശരീരത്തിൽ ഭസ്മം ലേപനം ചെയ്യുന്നത് എല്ലാവരും അവസാനം ഭസ്മമായി തീരുമെന്ന സത്യത്തെ ഓർമ്മിപ്പിക്കാനാണ്. മനുഷ്യരാരും മൃത്യുവിൽ നിന്ന് മോചിതരല്ലെന്നും എന്നാൽ ശിവം മനശ്വരുമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ശിവന്റെ ഭസ്മധാരിയും ശമശാനവാസിയുമായ രൂപമാണ് ഭൈരവൻ. പാലാഴി മഥനത്തിന്റെ ഫലമായി ഉണ്ടായ മാരക വിഷമായ കാളകൂടം മൃത്യുഞ്ജയനായ ശിവൻ വിഴുങ്ങി. ആ വിഷം തൊണ്ടയിൽ ഉറച്ചതിനാൽ ഭഗവാന്റെ കഴുത്ത് നീലനിറമായി മാറി. അന്നുമുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടയിൽ ബന്ധനാസ്ഥനാക്കി. പിന്നീട് ഗംഗാനദി ശിവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച് ജനങ്ങളുടെ പാപത്തെ കഴുകിക്കളയുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു. വാസുകി എന്ന നാഗത്തെ ശിവൻ എപ്പോഴും അണിയുന്നു. ശിവന്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം. ഇത് സത്വഗുണം, തമോഗുണം, രജോഗുണം എന്നിങ്ങനെ 3 ത്രിഗുണങ്ങളെ പ്രതിമാൽവൽക്കരിക്കുന്നു.